ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ദിലീപിന്റെ മൂവി റിലീസ് ആവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. സിനിമ കാണുമെന്ന് ഒരു പക്ഷം, സിനിമ കാണില്ല എന്ന് മറുപക്ഷം. ഓക്കെ, വാട്ട് എവർ, അത് കാണുകയോ കാണാതിരിക്കുകയോ, ബട്ട് സിനിമയുടെ ബുക്കിംഗ് അതിഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപ് ആണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഷെയർ ചെയ്ത പോസ്റ്റ് ആണ്. ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ. ലാസ്റ്റ് 1 hour ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ 11,000 12,000 ടിക്കറ്റുകൾ സെയിൽ ആവുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ ഒരു നോർമൽ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പോയി ചെയ്യും. ഏതാണ്ട് അതുപോലാന്ന് തോന്നുന്നു ഇതിപ്പം ആളുകൾ ഈ സിനിമ കാണാൻ വേണ്ടി കയറുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ദിലീപിനെ കണ്ടിട്ടൊന്നും അല്ല ആളുകൾ കയറുന്നത്, മോഹൻലാലിനെ കണ്ടിട്ടാണ്. ഉള്ള കാര്യം പറയാം, പുള്ളിയെ കണ്ടിട്ടാണ് ഈ ഒരു ബുക്കിംഗ്. അല്ലെങ്കിൽ ഈ ദിലീപിന്റെ പടത്തിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ ബുക്കിംഗ് ഉണ്ടാവത്തില്ല. അപ്പൊ ഞാനിത് പറയാൻ വന്ന ഇതൊന്നും അല്ല ഗൈസ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ഞാനത് വെക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ഇനി സംഭവം ഒന്നുമല്ല, ഈ വിധി വന്ന ദിവസമാണ് വബപ്പാടെ പോസ്റ്റർ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഷെയർ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരനും ആ ഒരു സിനിമയ്ക്കകത്ത് ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്, അതിനകത്ത് അഭിനയിച്ച വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കണം ആ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തത്. അപ്പം ഈ അതിജീവിതയുടെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതേ ഭാഗ്യലക്ഷ്മി തന്നെയാണ് ദിലീപ് അറസ്റ്റ് ആയ സമയത്ത് റിലീസ് ആയിട്ടുള്ള രാമലീല എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മോഹൻലാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചതും സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തതുമാണ് ഭാഗ്യലക്ഷ്മിക്ക് ഇത്രയും വലിയ പൊട്ടാനുള്ള റീസൺ. എന്നാൽ ഈ രാമലീലയ്ക്കകത്ത് അതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ രാധിക, ദിലീപിന്റെ അമ്മയായിട്ട് അഭിനയിച്ച തമിഴ് നടൻ ശരത് കുമാറിന്റെ വൈഫും കൂടി ആയിട്ടുള്ള പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്ത ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ഡബിങ് ഉണ്ട്. അത്രയും വലിയൊരു റോളിന് ഡബ് ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി. അതും ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്ത്. ഇതിനെപ്പറ്റി പ്രൊഡ്യൂസർ സുരേഷ് കുമാർ പറയുന്ന ഒരു കാര്യം ഞാൻ വെക്കാം. രാമലീല റിലീസ് വന്നപ്പോൾ മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഒരു വിഭാഗം കാണും, ഒരു വിഭാഗം കാണില്ല. എന്തായിരുന്നു അത്തരത്തിലൊരു അങ്ങനെ ആരും കാണാതിരുന്നിട്ടില്ല. ചിലർ ഏതെങ്കിലും ചില ബുദ്ധിജീവികൾ ഇങ്ങനെ നമ്മുടെ ടി വിയിൽ കയറിയിരുന്ന ആരൊക്കെ പറയുന്നത് കേട്ട്, ഇങ്ങനെ ഇത് കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ വലിയ അഭിപ്രായമൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതിൽ എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം, ഭാഗ്യലക്ഷ്മി തന്നെയാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ട് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനൊന്നും അവരൊന്നും പറയാൻ പാടില്ല. ഒന്നില്ല അഭിപ്രായം പറയാതെ മാറിയിരിക്കണം. എന്തിനാണ് അവിടെ പോയിരുന്നുണ്ട് ഈ സിനിമ കാണരുതെന്നോ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം? അതൊക്കെ മോശമാണ്. പുള്ളിക്കാരത്തി ഇവിടെ ചെയ്തെന്താണ്, ആ സിനിമയ്ക്കകത്ത് ഡബ് ചെയ്ത് അതിന്റെ പടം പറ്റിയിട്ട് ആ സിനിമ കാണാൻ പോകരുത് എന്നുള്ള തരത്തിൽ പ്രതികരണമായിട്ട് വന്നു. അതിനെപ്പറ്റിയാണ് സുരേഷ് കുമാർ ഇവിടെ പറയുന്നത്. സോ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തിന്റെ നിലപാടൊന്ന് നോക്കണേ. രാമലീല റിലീസ് ആവുന്നത് സെപ്റ്റംബർ 28, 2017 ദിലീപ് അറസ്റ്റിലാവുന്നത് 10 ജൂലൈ 2017 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് അറസ്റ്റിലായി ഏതാണ്ട് ഒരു 2 മാസവും 20 ദിവസവും കഴിഞ്ഞിട്ടാണ് രാമലീല റിലീസ് ആവുന്നത്. ആ സിനിമയിൽ ഡബ് ചെയ്തേക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. എന്നിട്ട് ദിലീപിന് ബെയിൽ കിട്ടുന്ന എപ്പോഴാണ്? ഒക്ടോബർ 3 2017. അപ്പൊ ഈ നിലപാടുകൾ പറയുമ്പോൾ ചെയ്തു വെച്ച കാര്യങ്ങളും കൂടെ ആലോചിച്ചിട്ട് പറയണം. ഇപ്പൊ മോഹൻലാൽ ഈ ഒരു പോസ്റ്റർ പങ്കുവെച്ചതായിരുന്നല്ലോ ഭാഗ്യലക്ഷ്മിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്. ഈ ജഡ്ജ്മെന്റ് വന്ന ദിവസം തന്നെ എല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നടന്ന നമ്മുടെ പാർവതി തിരുവോത്ത് കാണിച്ച എന്താണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. പാർവതി തിരുവോത്ത് താണ്ട് അന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റീലാണ്. ഇത് വലിയ BGM ഒക്കെ ഇട്ട് ചിരിച്ച് കളിച്ച് താണ്ട് പല രീതിയിൽ ആംഗിളിൽ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത റീലാണ്. ആ സെയിം ഡേ 12 ഈ മാസം 12 പോസ്റ്റ് ചെയ്തതാണ് ഈ സാധനം. എന്നിട്ട് ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഈ നിലപാടുകൾ ഇങ്ങനെ മാറരുത്. നമ്മളൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉറച്ചു നിൽക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഈ രാമലീലയ്ക്കകത്ത് പുള്ളിക്കാരത്തി എവിടെയാണ് ഡബ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഈ ഒരു സീൻ മനസ്സിലാവും. ദിലീപിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന സീനാണ്. ഞാൻ മനഃപൂർവ്വം തന്നെ എടുത്ത് വെച്ചതാണ്. ചേച്ചിക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചേച്ചിക്ക് വേണമെങ്കിൽ പറയാമല്ലോ, ദിലീപിന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡബ് ചെയ്യാൻ പോയതെന്ന്. ദിലീപിന്റെ അമ്മയായിട്ട് അഭിനയിച്ച രാധികയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്ത് ഡബ് ചെയ്തേക്കുന്നത്. ഇതിനെതിരെ ഒരു കമന്റുമായിട്ട് ഈ സിനിമയിൽ ബബുബയ്ക്കകത്ത് അഭിനയിച്ച ബൈജു വന്നിട്ടുണ്ടായിരുന്നു. കമന്റ് ഭയങ്കര വൈറലാണ് കേട്ടോ. കമന്റ് ഇങ്ങനെ ആയിരുന്നു: പോസ്റ്റർ അല്ലാതെ പിന്നെ അന്തിയുടെ പടം ഷെയർ ചെയ്യുമോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അന്തിയുടെ പദം ഷെയർ ചെയ്യുമോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ പുള്ളി ഉദ്ദേശിച്ചത് ആന്റിയുടെ പടം ഷെയർ ചെയ്യുമോ എന്നാണ് കേട്ടോ. പക്ഷെ ആളുകളെല്ലാം വായിച്ചത് മറ്റേ കശുവണ്ടിയുടെ പടം ഷെയർ ചെയ്യുമോ എന്നുള്ള തരത്തിലാണ്. മിക്കവാറും അതിന്റെ പേരിൽ ബൈജുവിന്റെ മുകളിൽ ഒരു കേസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഫെമിനിസം പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ആ ഒരു നിലപാട് എടുക്കണമെന്നാണ്. അല്ലാതെ ചിലർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നതായിരിക്കരുത് നിലപാട്. ഇത് പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേടനെ അറസ്റ്റ് ചെയ്ത സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു നമ്മുടെ കൂടുതൽ ആളുകൾ. പക്ഷെ ഞാൻ അന്നും വേടനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്നും വേടനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. വീടനെതിരെ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം ഇവിടെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം 2 അതിലധികമോ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു, ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പൊ സെലക്ടീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ, വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? അപ്പോൾ അതാണ് ഇപ്പം ദിലീപിന്റെ കേസും വേടന്റെ കേസും രണ്ടാണ്. ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്യുമല്ല. പക്ഷെ സ്ത്രീപക്ഷത്ത് സംസാരിക്കുമ്പോൾ അവിടെയും നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണമായിരുന്നു, വേടനെതിരെയും കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇതിന് സമാനമായിട്ടുള്ള വേറൊരു കക്ഷിയെ ഞാൻ കണ്ടു, അതുകൂടെ വെക്കാം. ശ്രീലക്ഷ്മി അറക്കൽ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനെ എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അപ്പം മോഹൻലാലിനൊക്കെ ഒരു നിലപാടും ഇല്ലെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ ചേച്ചിയുടെ നിലപാട് ഞാനൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഈ രാഹുൽ മാങ്കൂട്ടവും വേടനും ഏതാണ്ടൊക്കെ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. വേടന്റെ കേസിൽ ഗർഭം വന്നില്ല എന്നുള്ള ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്ന സമയത്ത് മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് ഈ ശ്രീലക്ഷ്മി അറക്കല് ഫേസ്ബുക്കിലിട്ട് ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. രാഹുൽ മാങ്കൂട്ടം ഒരു ക്രിമിനലാണ്, ഒരു പെൺകുട്ടിയെ അറിഞ്ഞുകൊണ്ട് ഗർഭിണിയാക്കുക, ഹെൽത്തി അല്ലാത്ത രീതിയിൽ അബോർഷൻ ചെയ്യിക്കുക, എന്തൊക്കെ ക്രിമിനൽ കാര്യങ്ങളാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു നിമിഷം പോലും ജനപ്രതിനിധിയായി തുടരാൻ അർഹനല്ല. ശരിയാണ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ വേടനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ചേച്ചി ഇട്ട പോസ്റ്റ് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. വേടനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചേച്ചി നിൽക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പിൻ ചെയ്ത് വേടനോടൊപ്പം നിൽക്കുന്ന പിക്കാണ് വെച്ചേക്കുന്നത്. അതിന് തൊട്ട് താഴെ അവൾക്കൊപ്പം എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, എന്നിട്ട് മോഹൻലാലിന്റെ നിലപാടിനെ വിമർശിച്ച് ചെല്ലും. അല്ലാതെ ഒരു നിലപാടും ഇല്ലാതെ അങ്ങനെയാണ് മെക്കെട്ട് കയറാൻ നിൽക്കണം. ആദ്യം സ്വന്തമായിട്ടൊരു നിലപാടും. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന കുറെ മീഡിയാസ് ഉണ്ട്. മെയിൻ ആയിട്ട് റിപ്പോർട്ടർ, അതുപോലെ 24 ന്യൂസ്. ഇത് കിട്ടാൻ വേണ്ടി കൗണ്ട് ഡൗൺ ഒക്കെ വെച്ചിട്ടായിരുന്നു ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് ഇപ്പൊ വരും 1, 2 ഇത് ഇപ്പൊ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ ഈ ജഡ്ജ്മെന്റിന്റെ അന്ന് ഈ ഒരു കാര്യം എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എന്നിട്ട് ഈ ഒരു സംഭവം പുറത്തോട്ട് വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള അനാലിസിസ് ഈ ജഡ്ജ്മെന്റിനെ പറ്റി ഇവരങ്ങനെ അധികം ചർച്ച ചെയ്യുന്ന കാണുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് പോയിട്ട് അപ്പിട്ട് കഴിഞ്ഞാൽ വരെ അന്തിചർച്ച എന്നും പറഞ്ഞ് വട്ടത്തിലിട്ട് എല്ലാവരും കൂടെ ചർച്ച നടത്തുന്നതാണ്. ഈ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് ഒരു 2 ദിവസമായിട്ട് ഒന്നും കാണുന്നില്ല. ഇടയ്ക്ക് എന്തോ ഒന്ന് പേരിന് വേണ്ടിയിട്ട് കുറച്ച് 5-6 കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടങ്ങ് പോയി. അല്ലാതെ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് ഇവർ നടത്തുന്നതായിട്ട് കാണുന്നില്ല. ഇവർ മാത്രമല്ല 24 ന്യൂസ് നടത്തുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് വേറൊരു കാര്യം എന്റെ കണ്ണിൽപ്പെട്ടത്. നടന്നതിന്റെ റീസൺ ഞാൻ ഒരു വീഡിയോ കാണിക്കാം. നമ്മുടെ മറുനാടൻ മലയാളിക്കകത്ത് വന്ന ഒരു വാർത്തയാണ്. കുറച്ചു കാലമായി റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയത് നികേഷ് കുമാറാണ്. എന്നാൽ റിപ്പോർട്ടർ ചാനൽ പൂർണ്ണമായും ആന്റോ അഗസ്റ്റിൻ പല വിവാദങ്ങളിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. മുട്ടിൽ മരം മുറി കേസടക്കം നിരവധി കേസുകളും സാമ്പത്തിക തിരിമറി ആരോപണങ്ങളൊക്കെ ഉണ്ടായാളാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആന്റോ അഗസ്റ്റിൻ സമ്പന്നനാവുകയാണ്. റിപ്പോർട്ടർ ചാനൽ വലിയ വില കൊടുത്തു വാങ്ങുന്നു. ഒപ്പം എറണാകുളത്തെ ഹോളിഡേ ഇന്നും തിരുവനന്തപുരത്തെ മാരിയറ്റുമൊക്കെ ആന്റോ അഗസ്റ്റിൻ സ്വന്തമാക്കുകയാണ്. ഈ സാമ്പത്തിക ഇടപാടിന്റെ പിന്നിൽ ഗോകുലം ഗോപാലനാണ് എന്ന് കൃത്യമായി അറിയാവുന്നവർ പറയുന്നുണ്ട്. ഗോകുലം ഗോപാലൻ ഇപ്പോൾ 24ന്റെ പ്രധാനപ്പെട്ട ഓഹരി ഉടമയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ചാനലിലേക്ക് അദ്ദേഹം പ്രത്യക്ഷത്തിൽ നിക്ഷേപിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആന്റോ അഗസ്റ്റിനെ മുൻപിൽ നിർത്തിയാണ് ഈ ചാനലിൽ നിക്ഷേപിച്ചത് എന്നതാണ് വ്യക്തം. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എനിക്ക് റിപ്പോർട്ടർ ചാനലുമായി ഒരു ബന്ധവുമില്ല എന്നാണ്. എന്നാൽ എന്റെ ഉറവിടങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഗോകുലം ഗോപാലന്റെ പ്രതിനിധിയായാണ് ആന്റോ അഗസ്റ്റിൻ അവിടെ എത്തിയത് എന്നാണ്. മാത്രമല്ല ആന്റോ അഗസ്റ്റിൻ വാങ്ങിയിരിക്കുന്ന 2 ഹോട്ടലുകളുടെയും നടത്തിപ്പ് ഗോകുലം ഗ്രൂപ്പിനായിരിക്കും. അതുകൊണ്ട് ഗോകുലം ഗോപാലനുമായി ചേർന്ന് തന്നെയാണ് ഈ ഇടപാടുകൾ എന്നതാണ് വ്യക്തം. അപ്പൊ മറുനാടൻ പറയുന്നത് റിപ്പോർട്ടർ ചാനലിനകത്ത് നമ്മുടെ ഗോകുലം ഗോപാലന് ഓഹരിയുണ്ട്. ഫ്ലവേഴ്സും അതുപോലെ 24 ന്യൂസിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, അതിനകത്തും പുള്ളിക്കാരന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. അത് പബ്ലിക്കായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഈ ഒരു ഗോകുലം ഗോപാലിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രൊഡ്യൂസർ ആരാ? ഗോകുല. മനസ്സിലായോ? പുള്ളിക്കാരനായി സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പൊ ഇവരൊക്കെ ദിലീപിനെതിരെ ഇരുന്ന് ന്യൂസ് ഇറക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സിനിമയെ ബാധിക്കും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നിലപാടുകൾ മാറ്റി വെച്ചേക്കുവാണെന്ന് തോന്നുന്നു 24 ന്യൂസുകാരൊക്കെ. കാര്യം ഈ ബെയിലിന് പോകുമ്പോൾ ഉള്ള ന്യൂസുകളൊക്കെ മാത്രമേ ലാസ്റ്റ് 2 ദിവസത്തെ ആ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പ്രോസിക്യൂഷൻ ബെയിലിന് പോകുന്നു എന്നുള്ള വാർത്തകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ഈ കേസിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസോ അങ്ങനെ വേറെ ഒന്നും അവർ കൊടുക്കുന്നില്ല. ഇതിനെപ്പറ്റി അധികം ഒന്നും മിണ്ടുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. മിണ്ടാത്തതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, പിടികിട്ടിയോ. അപ്പം ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിജീവിതയ്ക്കൊപ്പം അല്ലാതാവുകയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് അത് എന്ത് തരം ഒപ്പം നിൽക്കലാണെന്ന് അങ്ങോട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി അറക്കൽ അവരെ പോലുള്ളവരൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വേണ്ടിയിട്ട് അവരുടെ നിലപാടുകൾ മാറ്റും, ചിലർക്ക് വേണ്ടിയിട്ട് അവർ നിലപാടുകൾ ഉറച്ചു നിൽക്കും. അതും എന്തുകൊണ്ടാണെന്ന്
നമുക്ക് മനസ്സിലാവുന്നില്ല. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സിനിമയെ സിനിമയായിട്ട് കാണുന്ന ഒരുത്തനാണ്, ഒരു മൂവി ലവറാണ്. അതുകൊണ്ട് ബബ്ബബ എന്ന് പറയുന്ന മൂവി ഞാൻ തിയേറ്ററിൽ പോയി കാണും. ഞാൻ യൂഷ്വലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയില്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് അങ്ങനെ പോകാറില്ല. അങ്ങനെ കുറെ സിനിമകൾ ഞാൻ പോവാതിരുന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയുടെ ആളാണ്. അങ്ങനെ കാണുന്ന മൂവികൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതൊരു റിലീസായി ഫസ്റ്റ് ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സിനിമ കാണാനുള്ള ത്വര എനിക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് സിനിമകൾ കാണാതിരുന്നിട്ടുണ്ട്. ഡൈസറെ, എക്കോ, ലോക മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കണ്ടില്ല. കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ എനിക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പം പൊതുവെ ഞാൻ ദിലീപിന്റെ പടം അങ്ങനെ പോയി കാണുന്ന ഒരു വ്യക്തിയല്ല. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. വല്ലപ്പോഴും അങ്ങനെ OTT അങ്ങനെ വരുവാണെങ്കിൽ പടം നല്ലതാണെന്ന് ആൾക്കാർ മറ്റുള്ളവർ പറഞ്ഞ് അറിയുവാണെങ്കിൽ മാത്രം അങ്ങനെ കാണുന്ന ഒരുത്തനാണ്. അല്ല തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കാണുന്ന ഒരു കൂട്ടത്തിലല്ല. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ പോകുന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ, ഞാനൊരു മൂവി ലവറാണ്. പോരാത്തതിന് ലാലേട്ടന്റെ മമ്മൂട്ടിയുടെ പടം മിക്കവാറും എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. സോ നാളെയും വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ പടം പോയി കാണും. അതിന്റെ റിവ്യൂ ഞാൻ ഇടുകയും ചെയ്യും. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വേറെ ശരി.